89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയോടെ തുടങ്ങുന്നു. രണ്ടുപേർ ചേർന്ന് പതിവ് പോലെ തന്നെ ഗാരേജിന്റെ ഷട്ടർ ഉയർത്തുവാണ്. ഒരാളുടെ പേര് കെവിൻ ആണ്, ഒരാളുടെ പേര് RJ വിനു. നമ്മളിപ്പോ കുറച്ച് നാളായിട്ടൊരു സീരീസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഓരോ വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും അതിന്റെ പേര് പൊതുവെ എല്ലാവരും ആലോചിക്കാറും ചർച്ച ചെയ്യാറുണ്ട്, പുതിയ മോഡലുകളൊക്കെ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പേര് ചർച്ച ചെയ്ത് തുടങ്ങിയ ചിന്തയാണ് എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത്, കമ്പനി എങ്ങനെയാണ് മോഡലുകൾക്ക് പേരിടുന്നത്. ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ കാട് കയറി എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിടുന്നതിന്റെ പിന്നിലെ കഥകൾ കണ്ടുപിടിക്കുന്ന അവിടം വരെ എത്തി. അതെ, അങ്ങനെ എത്തിയിട്ട് ഇപ്പോ ടാറ്റയിലെ പല മോഡലുകളെ പറ്റി പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു. അടുത്ത ആഴ്ചത്തേക്ക് എത്തുമ്പോൾ ടാറ്റയുടെ മോഡലുകൾ ഇങ്ങനെ വരിവരിയായിട്ട് നിരത്തി നിർത്തിയിരിക്കുകയാണല്ലോ. ഒരുകുന്നു മോഡലുകളുമായി ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്ന ടാറ്റയുടെ ആദ്യ സെറ്റ് ഓഫ് മോഡലുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോ മീഡിയം കഴിഞ്ഞു, ഇനി നമ്മൾ ലാർജിലേക്ക് അല്ലെങ്കിൽ എക്സലിലേക്കൊക്കെ മാറുവാണ്. ടിയാഗോ വരെ പറഞ്ഞെത്തി. അതെ, ഇനി അങ്ങോട്ടേക്ക് കുറച്ചും കൂടി വലിയ മോഡലുകളിലേക്ക്, അതിന്റെ പേരുകളിലേക്കൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്താൻ പോകുന്നത്. അപ്പൊ കെവിൻ, ഇന്ന് നമ്മുടെ ലിസ്റ്റിൽ എത്രത്തോളം വണ്ടികൾ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്? ഇനി ഏകദേശം 8ഓളം വാഹനങ്ങൾ, 8 വണ്ടി വരാനിരിക്കുന്നുണ്ട് ടാറ്റയിൽ തന്നെ. ആ വണ്ടികളുടെ എല്ലാത്തിന്റെയും പൊതുവായിട്ടുള്ള പ്രത്യേകത എല്ലാ വാഹനത്തിനും 10 ലക്ഷത്തിന്റെ മുകളിലായിരിക്കും വില എന്നുള്ളതാണ്, അല്ലേ? ഏറെക്കുറെ അങ്ങനെ റേഞ്ച് വരുന്ന ഏറ്റവും വില കൂടിയ നമ്മളുടെ നിരത്തിലെ ടാറ്റ വണ്ടി വരെ ഈ ഒരു കഥയിൽ വരാൻ പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഗാരേജിന്റെ പ്രത്യേകത വാഹനങ്ങളുടെ മോഡലുകൾ, ഇതിന്റെ പേരുകളുടെ പിന്നിലെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് ഗാരേജ് ഇവിടെ തുടങ്ങുവാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ടാറ്റയുടെ പല വാഹനങ്ങളും പുറത്തിറങ്ങുമ്പോൾ കൊടുത്ത പേര് അല്ലെങ്കിൽ കൊടുക്കുന്ന പേര്, അതിന്റെ പിന്നിലുള്ള കഥ എന്താണ് എന്നുള്ള ചർച്ചയിലേക്കാണ് പോകുന്നത്. കെവിന്റെ കൂടെ വിനു ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഏത് വാഹനത്തിലേക്കാണ് പോകുന്നത്? ടിയാഗോ കഴിഞ്ഞു. അതെ, ടിയാഗോ കഴിഞ്ഞാൽ അടുത്തത് ടിഗോർ ആണ്. ഓക്കെ, ടിയാഗോ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ടിഗോറിലേക്ക് പോകേണ്ടി വരും. അതായത് സ്വിഫ്റ്റിൽ നിന്നും സ്വിഫ്റ്റ് ഡിസയറിലേക്കുള്ള ദൂരം പോകുന്നത് പോലെ തന്നെ ടിയാഗോയിൽ നിന്നും ടിഗോറിലേക്ക് പോകുമ്പോൾ എന്താണ് വ്യത്യാസം? വ്യത്യാസമല്ലല്ലോ, പേരിലുള്ള വ്യത്യാസം. അപ്പോൾ ടിയാഗോ നമ്മൾ പറഞ്ഞിരുന്നു സീക്ക എന്നുള്ളൊരു പേരിൽ നിന്നാണ് മാറി ടിയാഗോയിലേക്ക് വന്നത്. ടിഗോറിലേക്ക് വരുമ്പോൾ ടൈഗർ പ്ലസ് റിഗോർ എന്ന ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പേരാണ്. അതിലൊരു ടൈഗർ ഉണ്ട്. കടുവയില്ലാതൊരു പരിപാടിയില്ല. അതെ, ഇന്ത്യൻ വണ്ടി ആകുമ്പോൾ, ഇന്ത്യൻ ബ്രാൻഡ് ആകുമ്പോൾ കടുവയൊക്കെ വേണം. പിന്നെ ആഢ്യത്വത്തിനൊരു കടുവ. അത് കൊള്ളാം. ടാറ്റയിൽ നിന്നും കടുവ കൊള്ളാം. അപ്പോൾ അതാണ് അതിന്റെ ടിഗോർ എന്നുള്ള പേര്, ടൈഗറും റിഗോറും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ടിഗോറിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത മോഡലിലേക്ക് പോയാൽ നെക്സോൺ. യെസ്, നെക്സോൺ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള വണ്ടി. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നെക്സോണിൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. വീട്ടിൽ റേഡിയോ കേട്ടിട്ട് പുറത്ത് പോർച്ചിൽ ഒരു നെക്സോൺ കിടക്കുന്ന വീടുകളും ഉണ്ടാകും. അതെ, അത് പറയുമ്പോൾ ടിഗോർ പറഞ്ഞപ്പോ ഒരു കാര്യം വിട്ടുപോയി. ടിഗോറിന്റെ EV വരുന്നുണ്ട്. ഓൾറെഡി EV ഉള്ളതാണ്. EVയുടെ പുതിയ ഫേസ് ലിഫ്റ്റ്. കൊള്ളാം. ടിഗോർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങള് ബ്രാൻഡിന്റെ പേരിന്റെ പിന്നിലെ കഥ പറഞ്ഞ് പോയതാണെങ്കിൽ ഇടയ്ക്ക് ടിപ്സ് ഒക്കെ കൊടുത്തിട്ടേ പോകുള്ളൂ. അതെ, ഇതിപ്പോൾ ഓണം സമയമാണല്ലോ. ശരി, ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, ഓണത്തിന് അടിച്ചു വിളിച്ച് കാശൊന്നും തീർക്കണ്ട. പുതിയ വണ്ടി ഒരെണ്ണം വരുന്നുണ്ടെന്നല്ലേ? നെക്സോണിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ? നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ആശയത്തിൽ നിന്നാണ് നെക്സോൺ വന്നത്. നെക്സോൺ വന്ന സമയവും ഏറെക്കുറെ ടാറ്റയുടെ ഒരു സമയം തെളിഞ്ഞ ഒരു നേരത്താണ് വന്നത്. അതെ, അത് മാത്രമല്ല നെക്സ്റ്റ് ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു നെക്സോണിൽ കൊണ്ടുവന്നത്. ആ നെക്സോണിന്റെ തന്നെ അടുത്ത വേരിയന്റ് വന്നപ്പോൾ അതിനേക്കാളും മികച്ച ഡിസൈൻ വന്നു. അതെ, നെക്സോൺ EV വന്നു. ഈവൻ CNG അങ്ങനെയുള്ള പല വേരിയന്റ്സിൽ ഏകദേശം 48ഓളം വേരിയൻസ് ഉണ്ട് നെക്സോൺ അല്ലേ? ഇത് ഉണ്ടാക്കിയ ആൾക്കെങ്കിലും ഇതൊക്കെ അറിയാൻ പറ്റിയാ മതിയായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പല വേരിയന്റിൽ പല സൈസിലുണ്ടവൻ. അവൻ ഈ കാണുന്നതും കാണിക്കുന്നതും ഒന്നും അല്ല ശരിക്കും. അതെ. അപ്പൊ ഇപ്പൊ റേഡിയോയിൽ പാട്ട് വരും, വണ്ടികൾ ഒരുപാട് പുറകെയും വരും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ടാറ്റയുടെ വാഹനങ്ങൾ, അതായത് മോഡലുകളുടെ പേരുകൾ എങ്ങനെ വന്നു എന്ന ചർച്ചയിലാണ്. നെക്സോണെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും നെക്സോൺ ഈ പറഞ്ഞതുപോലെ പുതിയ ജനറേഷൻ വാഹനം എന്ന നിലയ്ക്ക് എന്ന അർത്ഥം വരുന്ന രീതിയിൽ പേര് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ നെക്സോണിന്റെ കൂടെ വന്ന ടിയാഗോ അല്ലെങ്കിൽ ഓൾട്രോസ്, ഇവരെല്ലാവരും കൂടിയാണല്ലോ ഒരു വലിയ വിപ്ലവമായിട്ട് വന്ന് ചെന്നം പിന്നെ ബുക്കിങ്ങുകൾ കൊണ്ട് നിറഞ്ഞ അവസാനം വണ്ടി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ടാറ്റയെ വലിയ നിലയിലേക്ക് എത്തിച്ച 3 പേരായിരുന്നു. അതിനുശേഷം വേറെയും കുറച്ച് പേര് വന്നു. അത് അവിടെ നിൽക്കട്ടെ.
ആകട്ടെ. Yes. എന്താണ് ഇപ്പോ നെക്സോണെ പറ്റി ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? നെക്സോണെ പറ്റി പറയുമ്പോൾ പുതിയൊരു വേർഷൻ, അതായത് പുതിയ എഡീഷൻ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 48ഓളം വേരിയൻസ് ഉണ്ട്. അടുത്തൊരു വേരിയന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, 2 കൂടി കൊണ്ടുവന്നിട്ട് ഹാഫ് സെഞ്ചുറി അടിക്കാൻ പാടില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പുതിയ എഡീഷന്റെ പേര് നെക്സോൺ ക്യാമോ എഡീഷൻ. ഈ ഒരു ക്യാമോ എഡീഷൻ ടാറ്റ നേരത്തെ ഇറക്കിയിട്ടുണ്ട് ഹാരിയറിൽ, അതുപോലെ തന്നെ പഞ്ചിലും ഇറക്കിയിട്ടുണ്ട്. എന്താണ് ക്യാമോ എഡീഷൻ പ്രത്യേകത വരുന്നത്? ടാറ്റ ഇങ്ങനെയുള്ള എഡീഷൻസ് ഇറക്കാറുണ്ട്. ഇപ്പൊ കാസിരംഗ പോലുള്ള എഡീഷൻസ് ഉണ്ട്. കാസിരംഗ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഷണൽ പാർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നേച്ചറുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിലായിട്ടുള്ള വേരിയൻസ് ചില സമയത്ത് ഇറക്കാറുണ്ട്. നമ്മള് ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്യാമോ എഡിഷൻ ആണ്. ശരി. ക്യാമോ എഡിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ താഴെ, അതായത് 9,90,000 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്, ഡാഷ് ക്യാമറ, ഇങ്ങനെയുള്ള കുറെ അധികം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ട് അഡീഷണൽ ഫീച്ചേഴ്സോട് കൂടി വില കുറച്ച് കൊടുക്കുന്ന പരിപാടി. മറ്റ് വേരിയന്റ്സിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നൈസ്. അപ്പൊ ഇത് ബുക്ക് ചെയ്യാനായിരിക്കും തിരക്ക് കൂടാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെയൊക്കെ പ്രത്യേകത, ഒരു ലിമിറ്റഡ് യൂണിറ്റേ വണ്ടി ഇറക്കുള്ളൂ, എന്നാലാണല്ലോ ഡിമാൻഡ് വർദ്ധിക്കുള്ളൂ. കമ്പനിയുടെ തന്ത്രം. അതെ. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വണ്ടി ഏതാണ്? ഓൾട്രോസ്. ഈ കുടുംബത്തിലെ ആ ഒരു മൂന്നാമനായിട്ട് എത്തിയ ഓൾട്രോസ്. അതെ. അൽബാട്രോസ് എന്ന സമുദ്ര പക്ഷിയുടെ പേരിൽ നിന്നാണ് പ്രചോദനം. അൽബാട്രോസ് അല്ലേ? അതായത് ഒരു പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വണ്ടിയെ ദൂരക്കാഴ്ചയിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം എടുത്തൊരു ബുക്കിലേക്ക് വരച്ചാൽ വേണമെങ്കിൽ ഒരു പക്ഷിയുടെ ചിറകുകളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ഡിസൈൻ അതിനുണ്ട്. സമുദ്ര പക്ഷിയാണ്, അതായത് വെള്ളത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പക്ഷി. അതെ. അപ്പോ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഒരു കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാണ്, ആ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് വിൻഡോയിൽ നിന്നുള്ള ഒരു ലൈനിങ് ഉണ്ട്. താന്ന് അതൊരു പക്ഷിയുടെ ചിറകിനോട് സാമ്യമുള്ള, അത് നേരെ ബാക്കിലെ ആ ഒരു ഡോറിലേക്ക് ഇങ്ങനെ എത്തുന്ന ഒരു ഡിസൈൻ. മനസ്സിലായി. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡിസൈൻ. അതായത് വിളിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു എയറോഡൈനാമിക് പരിപാടിയാണല്ലോ മൊത്തത്തിൽ. വാഹനത്തിലും വിമാനത്തിലും അതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പക്ഷികളിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോ എല്ലാം തമ്മിൽ ബന്ധമുണ്ട്, എല്ലാം തമ്മിൽ ബന്ധത്തോട് ബന്ധമാണ്. റേഡിയോയില് നല്ല പാട്ടുമുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ടാറ്റയുടെ വാഹനങ്ങൾ, ടാറ്റയുടെ മോഡലുകളുടെ പേരിന്റെ പിന്നിലുള്ള കഥകൾ, ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെവിനും വിനുവുണ്ട്. കെവിൻ, ടാറ്റയുടെ ഏറ്റവും പ്രിയപ്പെട്ട മോഡൽ ഏതാണെന്നോ ജനപ്രിയ മോഡൽ ഏതാണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പട്ടികയിൽ ഹാരിയർ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ടാറ്റ വാഹനങ്ങൾ വളരെ ഇഷ്ടത്തോടെ കാണുന്ന ഒരുപാട് മനുഷ്യർക്കിടയിൽ ഏതാണ് നിങ്ങളുടെ സ്വപ്ന വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിലും ഒരുപാട് മനുഷ്യർ ഒരുപോലെ പറയും ഹാരിയർ ആണെന്ന്. കാരണം അത്രത്തോളം ആഢ്യത്തുള്ള ഒരു വാഹനമാണ്, പ്രൗഢിയുള്ള വാഹനമാണ്, നമ്മൾ ആരും കണ്ടാൽ നോക്കിപ്പോകുന്ന പരുവത്തിലുള്ള ഒരു വാഹനം. ഉറപ്പായിട്ടും ഹാരിയർ ഒരു മുതൽ തന്നെയാണ്. അതിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഹാരിയർ വന്നതും ടാറ്റയുടെ ഒരു വിപ്ലവകരമായ വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. അത് വന്നതിന് ശേഷം ഹാരിയർ നിലം തൊട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്രത്തോളം ആളുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് വണ്ടി. അത് പറയുമ്പോൾ വേഗതയുള്ള ഹാരിയർ പക്ഷിയിൽ നിന്നാണ്. അതായത് തറ നിൽക്കാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല, നടക്കുമല്ല പറക്കുമായിരുന്നു ഹാരിയർ. അതാണ് ഹാരിയർ എന്നുള്ള പേരിന്റെ പിന്നിലുള്ള കഥ. അപ്പോൾ ഹാരിയർ വരുമ്പോൾ സഫാരി അതിനുശേഷം വന്നാണ്. സഫാരി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. സഫാരി എന്നുള്ളത് ടാറ്റ നേരത്തെ ഇറക്കിയ ഒരു വാഹനം, പണ്ടിറക്കിയതാണ്. അവനെ ഒന്ന് മിനുസപ്പെടുത്തി കുട്ടപ്പനാക്കി ഒന്നുകൂടി ഇറക്കി. സഫാരി പിന്നെ അതിന്റെ അർത്ഥം അന്വേഷിച്ച് നമുക്ക് പോകേണ്ട കാര്യമില്ല. സഫാരി തന്നെയാണ് സഫാരി. ഹാരിയറിന്റെ ഒരു മീനിങ് കൂടി കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും, എനിക്ക് തോന്നുന്നു ടാറ്റ സീരീസിൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ വണ്ടിയും ഹാരിയർ ആണ്. ഇന്നിപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ വണ്ടി ഹാരിയർ തന്നെയാണ്. അപ്പൊ ടാറ്റയുടെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നമ്മളെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹാരിയറിൽ എത്തി നിൽക്കുവാണ്. ഇപ്പൊ റേഡിയോയിൽ പാട്ടും വരുന്നുണ്ട്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മള് ടാറ്റയുടെ വണ്ടികളെ പറ്റിയും വണ്ടിയുടെ പേരെങ്ങനെ വന്നു എന്നതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിനും വിനുവുണ്ട്. ടാറ്റയുടെ വണ്ടികൾ ഇങ്ങനെ ലിസ്റ്റായിട്ട് കിടക്കുവാണ് വരിയായിട്ട്. അടുത്ത വണ്ടി ഏതാണ് കെവിൻ? പഞ്ചിനെ പറ്റി നമ്മൾ ഈ അടുത്ത് കൂടി ഏറ്റവും പുതിയ വേരിയന്റിനെ പറ്റി ചർച്ച ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റു കമ്പനികളൊക്കെ എന്ത് ചെയ്യും എന്ന് പോലും നമ്മൾ ആലോചിച്ചായിരുന്നു. കറക്റ്റ് ആണ്. കാര്യം പഞ്ചിന്റെ EV വന്നപ്പോഴാണ് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില കുറഞ്ഞു മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതെ ഇനിയും കുറയും. അടിപൊളി. പഞ്ച് ശരിക്കും അത്യാവശ്യം അല്ലേ, നമുക്ക്
വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, നമുക്ക് വിലയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള, വലുപ്പത്തിൽ മറ്റു വണ്ടികളെക്കാളും വലിപ്പം കൂടുതലുള്ള പരുവത്തിലുള്ള ഒരു വണ്ടിയാണ്. അതെ, അത് പറഞ്ഞു വരുമ്പോൾ വലുപ്പത്തിൽ വലിയ കരുത്ത് നൽകുന്ന വാഹനം എന്ന ആശയമാണ്. ഓക്കെ, വലുപ്പത്തിന്റെ കാര്യത്തിൽ വലുപ്പം കൂടുതൽ തരുന്ന, അതെ, വലുപ്പത്തിൽ കരുത്ത് തരുന്ന വാഹനം. അതെ, നമ്മൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ തന്നെ പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറയുന്നത് പോലെ തന്നെ വലിപ്പമില്ലായ്മയാണ് എന്റെ വലിപ്പം. അതെ അതെ, പഞ്ചിന് വലിപ്പം ഇല്ലെന്നാരും പറയില്ല. എന്നാലും പഞ്ചിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറമെ നിന്ന് കാണുന്നതിനേക്കാൾ സൗകര്യമുള്ളതായിട്ട് തോന്നും. അതാണ് പഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത. അത് ഈ പറഞ്ഞ പേരിന്റെ അകത്ത് അതുണ്ട്, അതവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞ പഞ്ച് എന്നുള്ളൊരു പേരല്ലായിരുന്നു അവർ ആദ്യം ഇട്ടത്. ആദ്യം ഇട്ട പേര് വേറെ ആയിരുന്നു, HBX എന്നുള്ള ഒരു പേരായിരുന്നു. HBX. അതെ. ഓ, അതായത് ഏകദേശം ഒരു 4-5 വർഷം പുറകിൽ അവര് ഓട്ടോ എക്സ്പോയിലൊക്കെ അവതരിപ്പിച്ചത് അങ്ങനെയാണ്, HBX. അതെ. ഇന്നിപ്പോൾ HBX എന്നുള്ള ഒരു മോഡൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. പഞ്ചിന്റെ HBX എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങി. അപ്പോ പെട്ടെന്നായിരുന്നു അവർ പേര് മാറ്റിയത്. HBX എന്നുള്ളൊരു പേര് അനൗൺസ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന ടിയാഗോ എന്നുള്ള പേര് രണ്ടാമത് വന്ന പോലെ തന്നെ പഞ്ച് എന്നുള്ളൊരു പേര് ഇടുവായിരുന്നു. അതായത് ഇതിന്റെ ഒരു വേറെ ആംഗിൾ പറഞ്ഞാലേ, നമ്മൾ ചില സൂപ്പർ ഹിറ്റ് പടങ്ങളെ പറ്റി വർഷങ്ങൾക്ക് ശേഷം അതിന്റെ സംവിധായകനും അതിന്റെ ടീമിനെയൊക്കെ അടുത്ത ഒരു പടത്തിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ കാണാനിടയാകുമ്പോൾ ചിലപ്പോൾ അവർ ചില പഴയ കഥകൾ പറയും. പണ്ട് മറ്റേ സിനിമയില്ലേ, ആ സിനിമയിൽ നായകനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ആളെ അല്ല, ഒറിജിനൽ ആൾക്ക് ഡേറ്റ് കിട്ടാതെ പോയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ അഭിനയിപ്പിച്ചത്. ശരിക്കും നമ്മൾ ആരാണോ സിനിമയിൽ അഭിനയിച്ചത് അദ്ദേഹത്തെ കഥാപാത്രമായി മനസ്സിൽ കൊണ്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയെ പറ്റി ആയിരിക്കട്ടെ ഈ പറയുന്നത്. നമുക്ക് പിന്നെ ആ ഒരു പഴയ ആളെ മനസ്സിൽ കാണാനേ പറ്റില്ല. അതുപോലെയാണ് ഇത്. പഞ്ച് എന്നുള്ള പേരല്ലാതെ ഒരു പേരിനെ പറ്റി നമുക്ക് ഇനി ആലോചിക്കാനേ പറ്റില്ല. അവരിപ്പോ എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മൾ പേര് മാറ്റില്ല. അതാണ് പേരുകളുടെ പ്രത്യേകത. പേര് ബ്രാൻഡായി മാറുന്നത് അങ്ങനെയാണ്. അതിന്റെ പണി ടാറ്റയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നല്ല പേര് കേൾപ്പിച്ച ഒരുപാട് വാഹനങ്ങൾ ഇറക്കിയ ടാറ്റയെ പറ്റി തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മൾ ടാറ്റ വണ്ടികളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മോഡലുകൾക്കും പേരുകൾ വന്നതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് കെവിൻ ആണ്, ചോദിക്കുന്ന ആളുടെ പേര് വിനു എന്നാണ്. എന്താണ് അടുത്ത വണ്ടി ഏതാണ് കെവിൻ? നമ്മളിപ്പോ പഞ്ച് വരെ പറഞ്ഞു നിർത്തി, പഞ്ച് വരെ എത്തി. ഇപ്പൊ നല്ല പഞ്ചുണ്ട് ഉറപ്പായിട്ടും. ഇനിയിപ്പോ അടുത്തത് കർവാണ്. കർവും ഈ പറഞ്ഞതുപോലെ തന്നെ ടാറ്റ ഒരുപാട് ഞെട്ടിച്ചൊരു വാഹനമാണ് അല്ലെ. ഒരുപാട് ഞെട്ടിച്ച്, എനിക്ക് തോന്നുന്നു സമാന മോഡലുകൾ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ മറ്റ് ബ്രാൻഡുകൾക്ക് അങ്ങനത്തെ മോഡൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇതിനോട് മത്സരിക്കുന്ന മറ്റു മോഡൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ചോദ്യമായി പോകും. ചോദ്യം ചോദിച്ചാൽ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ പറയുമ്പോ ആ ഡിസൈൻ ഉള്ളത് ഒരു 40 ലക്ഷം 50 ലക്ഷം കാറ്റഗറിയിലുള്ള വണ്ടികൾക്കാണ്, പ്രീമിയം വാഹനങ്ങൾക്കാണ്. അതെ അതെ, അങ്ങനത്തെ ഒരു ഡിസൈനാണ്. അസാധാരണ വലിപ്പവും അല്ലെങ്കിൽ ഗംഭീര ഡിസൈനുമായിട്ട് ഇറങ്ങിയ കർവ് ഒരു വമ്പൻ പരിപാടി തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ആ ഒരു വാഹനത്തിന്റെ ഡിസൈനിൽ കൂപ്പേ ഡിസൈൻ എന്നാണ് പറയുന്നത്, പൊതുവെ അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് പേര് കടമെടുത്തിരിക്കുന്നത്. അതായത് ഒരു കർവുള്ള ഡിസൈനാണ്. ആ ഒരു കർവ് തന്നെയാണ് ടാറ്റ കർവായിട്ട് പിന്നെ വന്നത്. നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന കർവ് തന്നെയാണ് ഈ കർവ്. അതെ, ആ ഒരു കർവ് തന്നെയാണ് ഈ പേരിന്റെ പിന്നിലെയും. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. CURVV. 2 V കൊടുത്തു. കാരണം ഞങ്ങൾ ആരുടെയും ഒന്നും കോപ്പി അടിച്ചിട്ടില്ല, ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ പേരാണെന്ന് കാണിക്കാൻ വേണ്ടി. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. 2 V കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. 1 V സൈലന്റ് ആണെന്നോ 1 V കൂടുതൽ ഉച്ചത്തിൽ പറയണമെന്നോ അതൊക്കെ ടാറ്റ തീരുമാനിക്കും. ഇപ്പൊ വിനുവിന്റെ വിയും കെവിന്റെ വിയും രണ്ടിലും വി ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പേരിടുന്നവർക്ക് തീരുമാനിക്കാമല്ലോ ഇത് എങ്ങനെ വിളിക്കണമെന്ന്. അവർ വിളിക്കുന്നത് പോലെയല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചില ബ്രാൻഡുകളുടെ പേരിൽ അനാവശ്യമായ ചില ലെറ്ററുകൾ വന്നിട്ട് അത് സൈലന്റ് ആയിരിക്കുന്ന പല ബ്രാൻഡുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള നേരമാണ്. ഈ സമയത്ത് വേണമെങ്കിൽ ഞാൻ പാട്ട് പ്ലേ ചെയ്തു തരാം. റേഡിയോയിൽ പാട്ട് വരും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മള് ടാറ്റയെ പറ്റിയുള്ള ചർച്ച ഇങ്ങനെ പോകുമ്പോൾ കെവിൻ നമ്മളിൽ ഇനി പല മോഡലുകൾ കൂടിയുണ്ട്. പേരുകൾ വന്നതിന്റെ പിന്നിലെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത മോഡൽ ഏതാണ്? ഹെക്സ. ഇപ്പൊ നമ്മൾ ഇതുവരെ സൂപ്പർ ഹിറ്റായ മോഡലുകളെ പറ്റി പറയുമ്പോൾ ഹെക്സ നിരത്തിൽ എത്രത്തോളം കത്തിക്കേറിയ വണ്ടിയാണോ? സത്യം പറഞ്ഞാൽ അതിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ ഒരു ഹെക്സ കിട്ടാനില്ല. അങ്ങനെയാണോ? സെക്കൻഡ് മാർക്കറ്റിൽ പോലും ഹെക്സ കിട്ടാനില്ല. കാര്യം അത്രയ്ക്ക് നല്ലൊരു വണ്ടിയാണ്. അതൊരു എന്താ പറയാ, ഒരു മിന്നൽ സമയത്ത് വന്ന് പെട്ടെന്ന് പോയി, ഇതേ വന്നു ദാ പോയി എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയായിരുന്നു. പക്ഷെ ആ വണ്ടി വന്നപ്പോൾ അത് മനസ്സിലാക്കിയ ആൾക്കാരെ മേടിക്കുകയും ചെയ്തു. എന്നാൽ വാങ്ങിയവരാരും മനസ്സിലാക്കിയവർ ചെന്നപ്പോഴത്തേന് വണ്ടി ഇല്ലതാനും. അതാണ് പറ്റിപ്പോയത്. ഞാനിപ്പോ ഹെക്സ
നിരത്തിൽ കണ്ടിട്ടേ ഉള്ളൂ എന്നതൊഴിച്ചാൽ ഓടിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും അറിയാനും ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പുറത്തു ഇത് വളരെ കുറച്ചുള്ളല്ലോ, ചിലപ്പോ ഹിറ്റ് ആകാതെ പോയ ടാറ്റയുടെ മോഡൽ ആയിരിക്കും, ആർക്കും ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ടായിരിക്കും ഇത് നിർത്തിപ്പോയതെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. വണ്ടി നല്ലതാണെന്നും മാർക്കറ്റിൽ സെക്കൻഡിന് പോലെ ഡിമാൻഡ് ഉണ്ടെന്നും ഇപ്പോഴാണ് അറിയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. ഓക്കെ, അദ്ദേഹം കെവിനും നല്ല പ്രായമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചേർന്നോളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും ഹെക്സയാണ്. ഹെക്സയുണ്ട്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്, പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ, വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം കെവിൻ അത് കൊടുക്കാൻ തോന്നുന്നില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മറ്റെന്തൊക്കെ പ്രശ്നം വന്നാലും പുള്ളിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല, അത്ര മനോഹരമായിട്ടുള്ള വണ്ടിയാണ്. ജീവിതത്തിൽ എന്ത് ദാരിദ്ര്യം വന്നാലും ഹെക്സ കൊടുത്തിട്ടുള്ള ഒരു ഭക്ഷണം എനിക്ക് കഴിക്കണ്ട. സേഫ്റ്റി, യാത്രാ സുഖം, വലിപ്പം, അതെ വലിയ വണ്ടിയാണല്ലോ. അതെ, അങ്ങനത്തെ ഒരു വണ്ടി ഇനി വരില്ല. അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. അതാണ്, ഒരു സെക്കൻഡ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് കിട്ടും. ശരി 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 ശരി. അത്രക്ക് വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല, മനസ്സിലായി. ഉള്ളവർ കൊടുക്കുന്നുമില്ല. എന്താണ് ഹെക്സയുടെ പേര്? ഹെക്സ എന്ന് ടാറ്റ ഇട്ടതിന്റെ പിന്നിൽ എന്താണ്? ഹെക്സഗൺ എന്നുള്ളൊരു പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പേരാണ്. ഹെക്സഗണിൽ നിന്ന് തന്നെയാണ് ഹെക്സ വന്നത്. അതെ. അപ്പോൾ റേഡിയോയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആരുടെയും പരിചയത്തിൽ ഹെക്സ കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് പറയുക. ഹെക്സ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഇതിപ്പോ റേഡിയോ ആണോ വണ്ടി കച്ചവടം നടത്തുന്ന സ്ഥലമാണോ എന്ന് ആലോചിക്കേണ്ട, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. റേഡിയോയിൽ ഞങ്ങൾ ഇപ്പൊ പാട്ട് പ്ലേ ചെയ്തു തരാം. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മൾ ടാറ്റയുടെ മോഡലുകൾ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് ഒരുപാട് മോഡലുള്ളതുകൊണ്ട് സമയം ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ടാറ്റയുടെ എനിക്ക് തോന്നുന്നു കെവിൻ ആരും മനസ്സിൽ ആലോചിക്കാത്തൊരു മോഡലിനെ പറ്റി ആയിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ, ഇവർ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ചിലപ്പോ ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു മോഡലാണ്. ഏതാണ് ആ മോഡൽ? ടാറ്റ അവിന്യ. എന്താണ് ഈ മോഡലിനെ പറ്റി ആർക്കും ഓർമ്മയില്ലാത്തത്? കാര്യം ആ മോഡൽ വരുന്നേ ഉള്ളൂ, ആ മോഡൽ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ആർക്കും ഓർമ്മയില്ലാത്തത്. ഓക്കെ, അവിന്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് മോഡലാണ്. 2021 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് അവർ ആ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചത്. 2021 കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ട് ഇതുവരെ വണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. ഈ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിലും 2025 ഓട്ടോ എക്സ്പോയിലും കാണിച്ചിരുന്നു. ഓക്കെ, അതായത് നമ്മള് നേരത്തെ കണ്ട ഡൽഹിയിലെ ഓട്ടോ എക്സ്പോ നടക്കുന്ന സ്പേസിൽ. അതെ. അപ്പോൾ അതൊരു കൺസെപ്റ്റ് ആണ്, അതിൽ നിന്ന് നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം. ശരി, അതൊരു പ്ലാറ്റ്ഫോം ആണ്, അതിന്റെ പേരാണ് അവിന്യ. സംസ്കൃതത്തിൽ നിന്നാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. ഇന്നോവേഷൻ, നവീകരണം എന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം. ഓക്കെ, പേരിനോട് നീതി പുലർത്തുന്നുണ്ട്. പല വാഹനങ്ങളും ആ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ടല്ലോ. അതെ, ഒരുപാട് പേർക്ക് വാഹനങ്ങൾ, അല്ലെങ്കിൽ ടാറ്റയുടെ ഒരുപാട് എഞ്ചിനീയേഴ്സിനൊക്കെ വാഹനങ്ങൾ പുറത്തിറക്കാൻ പാകത്തിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ ഇവികളായിരിക്കും കൂടുതൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിരവധി ഇവികൾ ടാറ്റയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സ്പോർട്സ് കാർ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. അത് കൊള്ളാട്ടോ. അവിന്യ എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ അവതരിപ്പിച്ചപ്പോൾ ഒരു വാഹനത്തിന് അവതരിപ്പിച്ചിരുന്നു കൺസെപ്റ്റ്. അതൊരു സ്പോർട്സ് കാർ കൂപ്പേ ടൈപ്പ് ഓഫ് വാഹനമാണ്. ഒരു 35, 40, 50 lakhs വരാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം പലർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അതെ, അതൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വേറൊരു കാര്യം, ഇപ്പൊ ടാറ്റയുടെ എല്ലാ മോഡലുകളെ പറ്റിയും നമ്മള് പേരിന്റെ പിന്നിലെ കഥയാണെങ്കിൽ എല്ലാ മോഡലുകളെ പറ്റിയും കഴിഞ്ഞ, അതായത് ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കെവിൻ ഇപ്പോ ടാറ്റയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ വണ്ടി, ഒരു വണ്ടി മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏത് വണ്ടി എടുക്കും? ഹാരിയർ എടുക്കും. ഇപ്പൊ നമ്മളൊക്കെ ഒരേ ചിന്താഗതിക്കാരാണ്. ഹാരിയർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടികളെല്ലാം നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ലുക്ക് ഹാരിയറിലേക്ക് പോകുള്ളൂ, അതിനുശേഷവും ഹാരിയറിലേക്ക് പോകുള്ളൂ. അത് അവിടെ നിന്ന് മാറ്റിയിട്ടാൽ മാത്രമേ ബാക്കി വണ്ടിയിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഹാരിയർ ബ്ലാക്ക് എഡിഷൻ, അതാണ് ഹാരിയറിന്റെ ഡാർക്ക് എഡിഷൻ. ഹാരിയറിന്റെ ഒരു ഡാർക്ക് എഡിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പരിപാടിയായിരിക്കും. ഇപ്പോ ഹാരിയറിൽ നമ്മൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹായ് പറയുവാണ്. നിങ്ങൾ പൊളിക്കൂ, ഓടിച്ച് അടിപൊളിയാക്കൂ. അതെ, വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വളരെയധികം ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും, 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് തീരുവാണ്. അടുത്ത ആഴ്ച പുതിയ വാഹന കഥകളുമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോരുന്നത് 2 പേരാണ്. ഒരാൾ കെവിനാണ്, ഒരാൾ വിനുവാണ്. 89.6 FM സർഗക്ഷേത്ര.